ഹായ് ഓൾ, നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് വണ്ടേഴ്സ് ഇൻ ദ സ്കൈ ആൻഡ് സ്പ്ലെൻഡേഴ്സ് ഓൺ ദി എർത്ത് ക്ലാസ് 5 സോഷ്യൽ സയൻസിലെ ഈ ചാപ്റ്ററിൻ്റെ റിവിഷൻ ക്ലാസ് ആണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഈസി ആയിട്ട് ഈ ഒരു ചാപ്റ്റർ പഠിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, വൈ ഡസ് വീനസ് ഷൈൻ ബ്രൈറ്റ്ലി? എന്തുകൊണ്ടാണ് നമ്മുടെ വീനസ്, ശുക്രൻ, നല്ല രീതിക്ക് തിളങ്ങുന്നത്? ബിക്കോസ് അത് സൺലൈറ്റ് നല്ല രീതിക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ എർത്തിനോട് കുറച്ച് ക്ലോസർ ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി അടുത്ത് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ എന്തെന്നാണ് വിളിക്കുന്നത്? മോർണിംഗ് സ്റ്റാർ അല്ലെങ്കിൽ ഈവനിങ് സ്റ്റാർ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. അടുത്തത്, വൈ ക്യാൻ വി സീ സ്റ്റാർസ് ഡ്യൂറിങ് ഡേ ടൈം? നമുക്ക് എന്തുകൊണ്ടാണ് രാവിലെ സ്റ്റാർസിനെ കാണാൻ പറ്റാത്തത്? കാരണം രാവിലെ സൂര്യൻ നല്ല രീതിക്ക് ഷൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ സൺലൈറ്റ് എന്ത് ചെയ്യുകയാണ്? അറ്റ്മോസ്ഫിയറിൽ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൂര്യൻ്റെ ആ ഒരു വെളിച്ചം, അത്രയും വെളിച്ചമുള്ള കാരണം സ്റ്റാർസിൻ്റെ ചെറിയ വെളിച്ചം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല ഡേ ടൈമിൽ കേട്ടോ. അടുത്തത്, വാട്ട് ആർ ഗാലക്സീസ്? ഗാലക്സീസ് ആർ ക്ലസ്റ്റേഴ്സ് ഓഫ് ബില്യൺസ് ഓഫ് സ്റ്റാർസ്. ഒരുപാട് സ്റ്റാർസ് അടങ്ങിയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത് മിൽക്കി വേ ഗാലക്സിയിൽ പെട്ടിട്ടുള്ള ഒന്നാണ്. നമ്മുടെ സോളാർ സിസ്റ്റം എക്സാമ്പിളായിട്ട് പറയാൻ വേണ്ടി പറ്റും കേട്ടോ. ഗാലക്സിയുടെ എക്സാമ്പിളായിട്ട് നമ്മുടെ സോളാർ സിസ്റ്റം പറയാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്തത്, വൈ ഡു സ്റ്റാർസ് ടിങ്കിൾ? എന്തുകൊണ്ടാണ് സ്റ്റാർസ് ടിങ്കിൾ ചെയ്യുന്നത്? ലൈറ്റ് ഫ്രം സ്റ്റാർസ് പാസസ് ത്രൂ ദ എർത്ത് അറ്റ്മോസ്ഫിയർ. എന്താണ്? സ്റ്റാർസിൽ നിന്നുള്ള ലൈറ്റ് എല്ലാം എർത്ത് അറ്റ്മോസ്ഫിയറിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദ അറ്റ്മോസ്ഫിയർ കീപ്സ് മൂവിങ്. ബിക്കോസ് ഓഫ് ദിസ് മൂവ്മെൻറ്റ് ദ ലൈറ്റ് ബെൻഡ്. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് കാരണം ലൈറ്റ് എന്തുണ്ടാവും? ബെൻഡ് ചെയ്യും. വാട്ട് ഈസ് എ സ്റ്റാർ? എന്താണ് സ്റ്റാർ എന്ന് പറയുന്നത്? അതൊരു ഹ്യൂജ് സെലസ്റ്റിയൽ ബോഡിയാണ്. ഗീവ്സ് അതിൻ്റെ തന്നെ ഹീറ്റും ലൈറ്റും നമുക്ക് തരും കേട്ടോ. അപ്പോൾ വലിയൊരു സെലസ്റ്റിയൽ ബോഡിയാണ് സ്റ്റാർ എന്ന് പറയുന്നത്. അപ്പോൾ സൺ എന്ന് പറയുന്നത്, സൂര്യൻ എന്തിൽ പെടും? ഒരു സ്റ്റാറിൽ പെടും കേട്ടോ. അടുത്തത്, വൈ ഡു സ്റ്റാർസ് അപ്പിയർ സ്മോൾ? എന്തുകൊണ്ടാണ് സ്റ്റാർസ് സ്മോൾ ആയിട്ട് നിൽക്കുന്നത്? ബിക്കോസ് ദേ ആർ വെരി ഫാർ ഫ്രം ദി എർത്ത്. എർത്തിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. അതുകൊണ്ടാണ് സ്റ്റാർസ് എപ്പോഴും ചെറുതായിട്ട് നിൽക്കുന്നത് കേട്ടോ. വൈ ഡു സ്റ്റാർസ് അപ്പിയർ സ്മോൾ? ബിക്കോസ് ദേ ആർ വെരി ഫാർ ഫ്രം ദി എർത്ത്. എർത്തിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് നമ്മുടെ സ്റ്റാർസ്. അതുകൊണ്ടാണ് അത് ചെറുതായിട്ട് നിൽക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ പ്ലാനറ്റ്സ്? എന്താണ് പ്ലാനറ്റ്സ് എന്ന് പറയുന്നത്? പ്ലാനറ്റ്സ് എന്ന് പറയുന്നത് ഒരു സെലസ്റ്റിയൽ ബോഡിയാണ്. അത് അതിൻ്റെ സ്വന്തം ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യും. അതുപോലെ തന്നെ സൂര്യന് ചുറ്റും തിരിയും ചെയ്യുന്നുണ്ട്. അത് സ്വന്തമായിട്ട് ലൈറ്റൊന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതിലെവിടെ നിന്നാണ് ലൈറ്റ് കിട്ടുന്നത്? ലൈറ്റും ഹീറ്റും സൂര്യനിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ പ്ലാനറ്റ്സിനെ പറ്റിയിട്ടുള്ള പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നമുക്ക് 8 പ്ലാനറ്റ്സ് ആണുള്ളത്. മെർക്കുറി ക്ലോസസ്റ്റ് ടു ദ സണ്ണ്, വീനസ് എന്ന് പറയുന്നത് മോർണിംഗ് സ്റ്റാർ അല്ലെങ്കിൽ ഈവനിങ് സ്റ്റാർ, എർത്ത് ലൈഫുള്ള ഒരേ ഒരു പ്ലാനറ്റ് ആണ്, മാർസ് റെഡ് പ്ലാനറ്റ്, ജൂപ്പിറ്റർ ലാർജസ്റ്റ്, സാറ്റേൺ സെക്കൻഡ് ലാർജസ്റ്റ് പ്ലാനറ്റ്, യുറാനസ് കോൾഡസ്റ്റ് പ്ലാനറ്റ്, നെപ്റ്റ്യൂണ് ഫാർദസ്റ്റ് ഏറ്റവും അകലെയുള്ള പ്ലാനറ്റ്സ്. അപ്പോൾ വൺ വേർഡ് ആയിട്ടൊക്കെ ചോദിക്കുക ആ ഒരു ഭാഗത്ത് നിന്ന് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ആ പോയിന്റ്സ് പഠിച്ചു വെക്കുക. സോളാർ സിസ്റ്റത്തിൽ എന്താണ് ഉള്ളത്? സണ്ണും 8 പ്ലാനറ്റും പിന്നെ അതിൻ്റെ സാറ്റലൈറ്റ് ഉണ്ട്, പിന്നെ ഡോർഫ് പ്ലാനറ്റ്സ് ഉണ്ട്, ആസ്ട്രോയിഡ്സ് ഉണ്ട്, കോമറ്റ്സ് ഉണ്ട്, മെറ്റോസ് ഉണ്ട്. അപ്പോൾ എന്താണ്? ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സോളാർ സിസ്റ്റത്തിലുള്ളത്. അപ്പോൾ എന്തൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ സോളാർ സിസ്റ്റം എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അടുത്തത്, എന്താണ് കോമറ്റ്സ് എന്ന് പറയുന്നത്? റയർ വിസിറ്റേഴ്സ് ടു ദ സോളാർ സിസ്റ്റം. സോളാർ സിസ്റ്റത്തിലേക്കുള്ള റയർ വിസിറ്റേഴ്സ് ആണ് കോമറ്റ്സ്. അതെന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? റോക്ക്, ഡസ്റ്റ് ആൻഡ് ഐസ്. ഇത് 3 കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വെൻ ദേ ഗോ നിയർ ദ സൺ ദെയർ ടെയിൽ ഗ്ലോസ്. അത് സൂര്യൻ്റെ അടുത്ത് കൂടെ പോകുമ്പോൾ അതിൻ്റെ വാലുഭാഗം നല്ല തിളങ്ങി നിൽക്കും കേട്ടോ. എന്താണ് ഡാർഫ് പ്ലാനറ്റ്സ്?
സ്മോളർ ദാൻ പ്ലാനറ്റ്സ്. പ്ലാനറ്റ്സിനെക്കാട്ടിയും ചെറിയതാണ് നമ്മുടെ ഡാർഫ് പ്ലാനറ്റ്സ്. അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് സ്പെറിക്കലാണ്. സൂര്യന് ചുറ്റുമാണ് അത് റിവോൾവ് ചെയ്യുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് പ്ലൂട്ടോ എന്ന് പറയുന്നത്. പ്ലൂട്ടോ ആദ്യ കാലത്തൊക്കെ പ്ലാനറ്റ് ആയിട്ട് എടുത്തിരുന്നു. പിന്നെ അതിൻ്റെ സൈസൊക്കെ ചെറുതായ കാരണം അതിനെ ഏതൊരു കാറ്റഗറിയിൽ എടുത്തു? ഡാർഫ് പ്ലാനറ്റ്സിൽ എടുത്തു. അടുത്തത് ആസ്ട്രോയിഡ്സ് ആണ്. സ്മോൾ റോക്കി ഒബ്ജക്ട്സ് ആണ്, പാറക്കഷ്ണങ്ങൾ കൊണ്ടുള്ളത്. അത് മാർസിൻ്റെയും ജൂപ്പിറ്ററിൻ്റെയും ഇടയിലാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇതിനെ മൈനർ പ്ലാനറ്റ്സ് എന്നും വിളിക്കും കേട്ടോ. അടുത്തത് എന്താണ് സാറ്റലൈറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സാറ്റലൈറ്റ് എന്ന് പറയുന്നത് ഒരു സെലസ്റ്റിയൽ ബോഡിയാണ്. നമ്മുടെ പ്ലാനറ്റ്സിന് ചുറ്റും തിരിയുന്ന ഒരു സെലസ്റ്റിയൽ ബോഡീനെയാണ് നമ്മൾ സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. മൂണാണ് ആകെയുള്ള എർത്തിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള സാറ്റലൈറ്റ്. ശ്രദ്ധിക്കുക, എർത്തിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള സാറ്റലൈറ്റ് ആണ് മൂണെന്ന് പറയുന്നത് കേട്ടോ. വൺ വേർഡ് ആയിട്ടൊക്കെ എടുത്ത് ചോദിക്കാം. എർത്തിൻ്റെ സാറ്റലൈറ്റ് ഏതാണ്? മൂണാണ്. അടുത്തത് എന്താണ് സൈഡ്രിയൽ മന്ത്? എന്താണ് സൈഡ്രിയൽ മന്ത്? ദ മൂൺ ടേക്സ് അബൌട്ട് 27.3 days ടു റിവോൾവ് അറൗണ്ട് ദ എർത്ത് വൺസ്. സൂര്യന് ചുറ്റും മൂണ് ഭൂമിക്ക് ചുറ്റും തിരിയാൻ 27.3 ദിവസം എടുക്കും. ആ ഒരു പീരീഡിനെയാണ് നമ്മൾ സൈഡ്രിയൽ മന്ത് എന്ന് വിളിക്കുന്നത്. എന്താണ് ഓർബിറ്റ്? പ്ലാനറ്റ് സൂര്യന് ചുറ്റും തിരിയുന്ന ആ ഒരു പാത്തിനെയാണ് നമ്മൾ ഓർബിറ്റ് എന്ന് പറയുന്നത്. ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് പ്ലാനറ്റ്സ് മൂവ് ചെയ്യുക. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ സൺ ആൻഡ് പ്ലാനറ്റ് കീപ് ദം ഇൻ ഫിക്സഡ് പാത്ത്. ആ ഒരു ഫിക്സഡ് പാത്തിൽ നിർത്താൻ കാരണം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് കേട്ടോ. പ്ലാനറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? സ്വന്തം ഇമാജിനറി ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്നും കൂടി ഉണ്ട്. അടുത്തത് മീറ്റിയോസ് ആണ്. മീറ്റിയോസ് എന്ന് പറയുന്നത് ഒരു സ്മോൾ പീസസ് ഓഫ് റോക്ക് ആണ്. അത് എർത്ത് അറ്റ്മോസ്ഫിയർ ഹൈ സ്പീഡിൽ വന്ന് വീഴും. അറ്റ് നൈറ്റ് ദേ അപ്പിയർ ആസ് ഷൂട്ടിംഗ് സ്റ്റാർസ്. അത് രാത്രി ഷൂട്ടിംഗ് സ്റ്റാർസ് ആയിട്ടാണ് അപ്പിയർ ചെയ്യുക. കേരളയിൽ അത് ലോക്കലി അറിയപ്പെടുന്നത് കൊള്ളിമീൻ എന്ന് പറഞ്ഞിട്ടുള്ള പേരിലാണ്. ദേ ബേൺ ഔട്ട് ഇൻ എ ഫ്യൂ സെക്കൻഡ്സ്. കുറച്ച് നേരം അത് ഒന്ന് ബേൺ ചെയ്യും കേട്ടോ. ഷേപ്പ് ഓഫ് ദി എർത്ത് എന്ന് പറയുന്നത് സ്പെറിക്കൽ ആണ്. പോൾസിലെല്ലാം ഫ്ലാറ്റൻഡ് ആണ്. അതുപോലെ ഇക്വേറ്ററിൽ കുറച്ച് ബൾജ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ഷേപ്പിനെ നമ്മൾ ജിയോഡ് എന്നാണ് പറയുന്നത്. ജിയോഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത് എർത്ത് ഷേപ്പ്ഡ് എന്നാണ് കേട്ടോ. അത്രയും പോയിന്റ്സ്. അപ്പോൾ എർത്തിൻ്റെ ഷേപ്പ് എന്താണെന്ന് ചോദിച്ചാൽ ജിയോഡ് എന്ന് പറയാൻ വേണ്ടിയിട്ട് അറിയണം. അപ്പോൾ എർത്ത് റൗണ്ടാന്ന് പറഞ്ഞിട്ടുള്ള സയൻറ്റിസ്റ്റ് ആര്യഭട്ടയാണ്. സ്പെറിക്കൽ ആണെന്നും സ്വന്തം ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യണമെന്നും. അതുപോലെ അരിസ്റ്റോട്ടിൽ എന്താണ്? എർത്ത് സ്പെറിക്കൽ ആണെന്നാണ് ബിലീവ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഫെർഡിനാൻഡ് മെഗലനും അതായത് എർത്ത് റൗണ്ട് ആണെന്നാണ് പ്രൂവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ സയൻറ്റിസ്റ്റും എർത്തിനെ പറ്റി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. എന്താണ് സ്പേസ് എന്ന് പറയുന്നത്? എർത്ത് അറ്റ്മോസ്ഫിയറിലുള്ള റീജിയൻ ബിയോണ്ട് ദ എർത്ത് അറ്റ്മോസ്ഫിയർ ഈസ് നോൺ ആസ് സ്പേസ്. എന്താണെന്ന് സ്പേസ് എന്നുള്ളത് ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അടുത്തത് വൈ ഡസ് ദ എർത്ത് ലുക്ക് ബ്ലൂ? എന്തുകൊണ്ടാണ് എർത്ത് ബ്ലൂ കളർ ആവാൻ കാരണം? അതായത് എർത്ത് സർഫസിലെ 71% നമ്മുടെ വെള്ളമാണ് നിറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് എർത്ത് ഒരു ബ്ലൂ പ്ലാനറ്റ് എന്ന് അല്ലെങ്കിൽ ബ്ലൂ കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം. സ്പേസിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ എർത്ത് ഒരു നീല കളറായിട്ടാണ് കാണാൻ വേണ്ടിയിട്ട് പറ്റുക കേട്ടോ. അടുത്തത് ഡേ ആൻഡ് നൈറ്റ്. എന്തുകൊണ്ടാണ്? എർത്ത് സ്പെറിക്കലാണ്. 1/2 റിസീവ് സൺലൈറ്റ്. അതായത് റൊട്ടേഷൻ കാരണമാണ് നമുക്ക് ഡേയും നൈറ്റും ഫീൽ ചെയ്യുന്നത്. അതായത് ഒരു ഭാഗത്ത് സൺലൈറ്റ് കിട്ടും, മറ്റേ ഭാഗത്ത് കിട്ടില്ല. അപ്പോൾ കിട്ടുന്ന ഭാഗത്ത് ഡേ ആയിട്ടും കിട്ടാത്ത ഭാഗത്ത് നൈറ്റ് ആയിട്ടും ഫീൽ ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ റൊട്ടേറ്റ് ചെയ്ത് വന്ന് മറ്റേ സൈഡിക്ക് സൺലൈറ്റ് കിട്ടും, മറ്റേ സൈഡിക്ക് നൈറ്റും കിട്ടും. അടുത്തത് റൊട്ടേഷൻ മീൻസ് എന്ന് പറയുന്നത് എർത്ത് സ്വന്തം അച്ചുതണ്ടിൽ തിരിയുന്നതിനെയാണ്. അപ്പോൾ എങ്ങോട്ടാണ് തിരിയുന്നത്? വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കാണ് നമ്മുടെ എർത്ത് തിരിയുന്നത് കേട്ടോ. ശ്രദ്ധിക്കുക, ആ ഡയറക്ഷൻ ഒന്ന് പഠിച്ചു വെക്കുക. വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കാണ് നമ്മുടെ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ
അപ്പോൾ റൊട്ടേഷൻ ഓഫ് ദി എർത്ത് എന്ന് പറയുന്നത് എർത്ത് സ്വന്തം ഇമാജിനറി ആക്സിസിൽ തിരിയുന്നതിനെയാണ്, ആ ഒരു സ്പിന്നിങ്ങിനെയാണ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കാണ് എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത്. 24 മണിക്കൂർ, അതായത് ഒരു ഡേ ആണ് നമ്മുടെ ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടൈം. റൊട്ടേഷൻ കാരണമാണ് നമുക്ക് ഡേ ആൻഡ് നൈറ്റ് ഉണ്ടാവുന്നത്. ക്വസ്റ്റ്യൻ എടുത്ത് ചോദിക്കാം കേട്ടോ, ഡേ ആൻഡ് നൈറ്റ് ഉണ്ടാവുന്നതിൻ്റെ കാരണം എന്താണ്? റവല്യൂഷൻ ഓഫ് എർത്ത് ആണ് അടുത്ത് ചോദിച്ചിട്ടുള്ളത്. ഭൂമി സൂര്യന് ചുറ്റും തിരിയുന്നതിനെയാണ് നമ്മൾ റവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം 365 ദിവസമാണ് ഭൂമി സൂര്യന് ചുറ്റും തിരിയാൻ വേണ്ടി എടുക്കുന്നത്. അതാണ് നമ്മുടെ 1 ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ റവല്യൂഷൻ കാരണമാണ് നമുക്ക് സീസൺസ് ഒക്കെ അനുഭവപ്പെടുന്നത് കേട്ടോ. എങ്ങനെയാണ് സീസൺസ് ഉണ്ടാക്കുന്നത്? എർത്ത് സൂര്യന് ചുറ്റും തിരിയുന്നതുകൊണ്ടാണ്. എർത്ത് ആക്സിസ് എന്ന് പറയുന്നത് കുറച്ച് ചെരിഞ്ഞിട്ടാണ്, അതായത് ടിൽറ്റഡ് ആണ്. ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ എർത്ത് റിസീവ് ഡിഫറെൻറ്റ് എമൗണ്ട് ഓഫ് സൺലൈറ്റ് അറ്റ് ഡിഫറെൻറ്റ് ടൈംസ് ഓഫ് ദ ഇയർ. അപ്പോൾ ഓരോ പാർട്ടിലും കറക്റ്റായിട്ട് ഈക്വലായിട്ട് സൺലൈറ്റ് അല്ല കിട്ടുന്നത്, ഓരോ പാർട്ടിലും വ്യത്യസ്തമായിട്ടാണ് സൺലൈറ്റ് കിട്ടുന്നത്. അതുകൊണ്ടാണ് നമുക്ക് സീസൺസ് എല്ലാം അനുഭവപ്പെടുന്നത്. ഏതൊക്കെയാണ് നമുക്കുള്ള മെയിൻ സീസൺ എന്ന് പറയുന്നത്? സമ്മർ, വിൻ്റർ, സ്പ്രിങ്, ഓട്ടം. അപ്പോൾ സമ്മറിൽ എന്താ സംഭവിക്കുന്നത്? വെരി ഹോട്ടാണ്. വിൻ്ററിലോ വെരി കോൾഡാണ്. സ്പ്രിങ് എന്ന് പറയുന്നത് ഒരു പ്ലസൻറ്റ് വെതറാണ്. ഓട്ടം എന്ന് പറയുന്നത് നമ്മുടെ ഈ ലീവ്സൊക്കെ കൊഴിയുന്നത് അല്ലേ, ലീവ്സൊക്കെ ഫാൾ ചെയ്യുന്നത് ഓട്ടത്തിലാണ് കേട്ടോ. അടുത്തത് വൈ ഡസ് ദ മൂൺ ചേഞ്ച് ഷേപ്പ്? എന്തുകൊണ്ടാണ് മൂണ് ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നത്? കാരണം മൂണ് അതിൻ്റെ സ്വന്തം ലൈറ്റ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, അത് സൂര്യനിൽ നിന്നുള്ള ലൈറ്റാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് മൂണ്, ആ മൂൺ എന്ത് ചെയ്യുന്നുണ്ട്? എർത്തിന് ചുറ്റും തിരിയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പല ഡിഫറെൻറ്റ് പോർഷൻസ് ആണ് കാണുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫേസസ് ഓഫ് മൂൺ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് വെതറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്? ഒന്നാമത്തത് ഹ്യൂമിഡിറ്റി ആണ്, രണ്ടാമത്തത് ഹീറ്റാണ്, മൂന്നാമത്തത് റെയിനാണ്, നാലാമത്തത് വിൻഡാണ്, അഞ്ചാമത്തത് ക്ലൗഡ്സ് ആണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ് വെതറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. നിങ്ങൾ 5 ഫാക്ടേഴ്സും പഠിച്ചു വെക്കുക. എന്താണ് ക്ലൈമറ്റ് എന്ന് പറയുന്നത്? ക്ലൈമറ്റ് എന്ന് പറയുന്നത് ആവറേജ് ഡെയിലി വെതർ കണ്ടീഷനെയാണ്. അത് എല്ലാ ഏരിയയിലും ഓവറോൾ ഒരു ലോങ് പീരീഡിൽ ആക്ട് ചെയ്യും അല്ലേ. ക്ലൈമറ്റ് ഈസ് ദ ആവറേജ് ഡെയിലി വെതർ കണ്ടീഷൻ എക്സ്പീരിയൻസ്ഡ് ഇൻ ആൻ ഏരിയ ഓവർ എ ലോങ് പീരീഡ്. വാട്ട് ലീഡ്സ് ടു ക്ലൈമറ്റ് ചേഞ്ച്? ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമായിട്ടുള്ളത് എന്താണ്? ഫ്ലക്ച്വേഷൻസ് ഇൻ ദ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ആൻഡ് അൺസയൻറ്റിഫിക് ഹ്യൂമൻ ആക്ടിവിറ്റീസ്. അറ്റ്മോസ്ഫിയറിൽ ടെമ്പറേച്ചറിൽ വരുന്ന വ്യത്യാസമാണ് ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്താണ് ക്ലൈമറ്റ് ചേഞ്ചിന് വന്നിട്ടുള്ള റീസൺ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫ്ലക്ച്വേഷൻ ഇൻ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ. അടുത്തത് നാച്ചുറൽ കലാമിറ്റീസ് ഡ്യൂ ടു ക്ലൈമറ്റ് ചേഞ്ച്. ക്ലൈമറ്റ് ചേഞ്ച് കാരണം ഉണ്ടാവുന്ന നാച്ചുറൽ കലാമിറ്റീസ് എന്തൊക്കെയാണ്? ഫ്ലഡ്, സൈക്ലോൺസ്, ഡ്രോട്ട്, സുനാമി, അതുപോലെ മെൽറ്റിംഗ് ഓഫ് പോളാർ ഐസ്. ഇത്രയും പോയിൻറ്റ്സ് ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് ഉണ്ടാകുന്ന നാച്ചുറൽ കലാമിറ്റീസ് ഏതൊക്കെയാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. സൈഡ് ഇഫക്റ്റ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് എന്തൊക്കെയാണ്? അതായത് നമ്മുടെ ഗ്ലോബൽ ടെമ്പറേച്ചർ ഉയർന്നു വരുന്നത്, സീ ലെവലും സുനാമിയും ഒക്കെ ഉണ്ടാവും. സീ ലെവൽ റൈസ് ചെയ്യുക, അപ്പോൾ തന്നെ എന്തുണ്ടാവും? സുനാമി ഉണ്ടാവും. അതുപോലെ അൺസീസണൽ ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് റെയിൻഫാൾ, ഡ്രോട്ട് ഉണ്ടാവുന്നത്, വരൾച്ച ഉണ്ടാവുന്നത്, അതുപോലെ പോളാർ ഐസ് മെൽറ്റ് ചെയ്യുന്നത് കേട്ടോ, മെൽറ്റിംഗ് ഓഫ് പോളാർ ഐസ്. അടുത്തത് സജസ്റ്റ് എനി 2 മെഷേഴ്സ് ടു റെഡ്യൂസ് ക്ലൈമറ്റ് ചേഞ്ച്. ക്ലൈമറ്റ് ചേഞ്ച് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് എന്തൊക്കെ നമുക്ക് പറയാം? പ്ലാന്റ് ട്രീസ് ആൻഡ് റെഡ്യൂസ് പൊല്യൂഷൻ. പൊല്യൂഷൻ കുറയ്ക്കുക, അതുപോലെ ട്രീസ് പ്ലാന്റ് ചെയ്ത് വെക്കുക കേട്ടോ. പ്ലാന്റ് ട്രീസ് ആൻഡ് റെഡ്യൂസ് പൊല്യൂഷൻ. ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ സൈഡ് ഇഫക്ട്സ് എന്തൊക്കെയാണ്? ഓൾറെഡി പറഞ്ഞതാണ്. ഗ്ലോബൽ ടെമ്പറേച്ചർ റൈസ് ചെയ്യുക, സീ ലെവൽ സുനാമി ഡിസാസ്റ്ററിന് കാരണമാവുക, റെയിൻഫാൾ ദാറ്റ് ഈസ് നോട്ട് സീസണൽ അല്ലാത്ത ഇടയ്ക്കിടയ്ക്ക് ഓവറായിട്ടുള്ള ഫ്ലക്ച്വേറ്റിംഗ് റെയിൻഫാൾ വരിക, അല്ലെങ്കിൽ ഡ്രോട്ട് സംഭവിക്കുക, അതുപോലെ പോളാർ ഐസ് മെൽറ്റിംഗ് ചെയ്യുക, മെൽറ്റിംഗ് ഓഫ് പോളാർ ഐസ് ഒക്കെ നമുക്ക് പറയാം കേട്ടോ.
അടുത്തത് വാട്ട് ഈസ് ആൻ ഇഗ്ലൂ. ഇഗ്ലൂ എന്ന് പറയുന്നത് ഒരു ഐസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഹൗസാണ്. ബ്ലോക്സ് ഓഫ് ഐസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഹൗസിനെയാണ് നമ്മൾ ഇഗ്ലൂ എന്ന് പറയുന്നത്. അടുത്തത് വാട്ട് ഈസ് എ ഡിസേർട്ട്. ഡിസേർട്ട് എന്ന് പറയുന്നത് ഒരു റീജിയൻ ആണ്. അത് വെരി ലിറ്റിൽ റെയിൻഫാൾ കിട്ടുന്ന ഒരു റീജിയൻ ആണ്. അതുപോലെ തന്നെ അവിടെ ഭയങ്കര ഹോട്ടായിരിക്കും, അതുപോലെ കോൾഡ് നൈറ്റ്സും. ഇപ്പം എന്താണ് ഡിസേർട്ട് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഹൗ ഈസ് ദ ക്ലൈമറ്റ് ഇൻ ഡിസേർട്ട്. ഡിസേർട്ടിലെ ക്ലൈമറ്റ് എങ്ങനെയായിരിക്കും? ഡേ ടൈമിൽ നല്ല ഹോട്ടായിരിക്കും, നൈറ്റ് ടൈമിൽ കുറച്ച് കോൾഡ് ആയിരിക്കും. അതുപോലെ അവർക്ക് കുറച്ച് റെയിൻഫാൾ ആണ് കിട്ടുള്ളൂ, വെരി ലിറ്റിൽ റെയിൻഫാൾ ആണ് കിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. അവിടുത്തെ പെക്യുലാരിറ്റീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ വേണ്ടിയിട്ട് അറിയണം കേട്ടോ. അടുത്തത് അവിടുത്തെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് വെരി ലിറ്റിൽ റെയിൻഫാൾ ആണ്, കുറച്ച് മഴയാണ് അവിടെ കിട്ടുള്ളൂ, നല്ല ചൂടാണ് അവിടെ കേട്ടോ, എക്സ്ട്രീം ടെമ്പറേച്ചറാണ്. അതുപോലെ സാൻഡി മണൽത്തരിയുള്ള മണ്ണാണ്, കുറച്ച് കൾട്ടിവേഷനൊക്കെ നടക്കുള്ളൂ, വെള്ളത്തിന് ക്ഷാമമാണ്. അതുപോലെ അവിടെ കുറച്ച് സ്പെഷ്യൽ അനിമൽസ്, അതായത് ക്യാമൽസ് എല്ലാം അവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെയാണ് അതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് നെയിം സം നാച്ചുറൽ കലാമിറ്റീസ്. എന്തൊക്കെയാണ് നാച്ചുറൽ കലാമിറ്റീസ്? എർത്ത് ഫ്ലഡ്, ഡ്രോട്ട്, സൈക്ലോൺ, സുനാമി. ഇതൊക്കെ നമുക്ക് നാച്ചുറൽ കലാമിറ്റീസിൻ്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം. ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ സൈഡ് ഇഫക്ട്സ് എന്തൊക്കെയാണ്? ടെമ്പറേച്ചർ റേസ് ചെയ്യുന്നത്, ഗ്ലേസിയേഴ്സ് മെൽറ്റ് ചെയ്യുന്നത്, സീ ലെവൽ റൈസ് ചെയ്യുന്നത്, ഫ്ലഡ് ഉണ്ടാവുന്നത്, ഡ്രോട്ട് വരൾച്ച ഉണ്ടാവുന്നത്, സൈക്ലോൺസ് ഫോം ചെയ്യുന്നത്, ഫോറസ്റ്റ് കാട്ടുതീ ഉണ്ടാവുന്നത്, ബയോഡൈവേഴ്സിറ്റി തന്നെ നശിച്ചു പോകുന്നത്. ഇതൊക്കെയാണ് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ സൈഡ് ഇഫക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ സൈഡ് ഇഫക്ട്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് അറിയണം. എന്താണ് ഹരിത കേരളം മിഷൻ എന്ന് പറയുന്നത്? അതൊരു ഗവൺമെൻറ് പ്രോജക്റ്റാണ്. കേരളയുടെ നാച്ചുറിനെയും എൻവയോൺമെൻറ്റിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, വേസ്റ്റസ് എല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഓർഗാനിക് ഫാമിംഗ് എല്ലാം ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ വാട്ടർ റിസോഴ്സസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, ക്ലീൻലെസ് ഇൻ സറൗണ്ടിങ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഹരിത കേരളം മിഷൻ്റെ ഇത് പറയുന്നത്. അടുത്തത് എൻവയോൺമെൻറ്റൽ ആക്ഷൻസ് ടു മിറ്റിഗേറ്റ് ക്ലൈമറ്റ് ചേഞ്ച്. എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ക്ലൈമറ്റ് ചേഞ്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ട്? കുറേ ട്രീസ് പ്ലാന്റ് ചെയ്യുക, അതിനെയാണ് അഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഫോസിൽ ഫ്യൂവൽസിൻ്റെ ഉപയോഗം കുറയ്ക്കാം, റിന്യൂവബിൾ എനർജി സോളാർ എനർജി, വിൻഡ് എനർജിയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം, ഇലക്ട്രിസിറ്റി സേവ് ചെയ്യാം, പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുക, കൂടുതലായിട്ട് റീയൂസ് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ അതുകൊണ്ട് കൂടെ എക്സ്ട്രാ പോയിൻറ്റ്സും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പോയിൻറ്റ്സ് എന്തായാലും പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും എല്ലാ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സ്പീരിമെൻറ്റിക്കൽ രീതിയിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പറയേണ്ട പോയിൻറ്റ്സ് ഒക്കെ നമ്മൾ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. എല്ലാവരും ഈ പോയിൻറ്റ്സ് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. താങ്ക്